എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും ന്യൂ ഇയർ? ഒക്കെ അടിപൊളിയായല്ലോ അല്ലേ? നമുക്കതിന് ശേഷം അങ്ങനെ ന്യൂ ഇയറിനെ പറ്റി സംസാരിച്ചിട്ടൊരു വീഡിയോ ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ന്യൂ ഇയറും എന്തായാലും നല്ല പോലെയൊക്കെ ആയിട്ടോ. അതിനൊരു കാരണമുണ്ട്. കാരണം സജിത്തേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണ് സജിത്തേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നത്. വെറും 4 ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് സജിത്തേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. അത് ന്യൂ ഇയറിന് നാട്ടിലുണ്ടാവുക എന്നുള്ളൊരൊറ്റ കാരണത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. ശരിക്കും കുട്ടികൾക്ക് വെക്കേഷൻ തുടങ്ങിയ സമയത്ത്, ക്രിസ്മസ് വെക്കേഷൻ്റെ തുടങ്ങിയ സമയത്ത് വരണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് വരാൻ സാധിച്ചില്ല. അപ്പോൾ എന്തായാലും ന്യൂ ഇയർ ഗംഭീരാക്കാം എന്ന് കരുതിയിട്ട് ന്യൂ ഇയറിന് എന്ന് വെച്ച് ന്യൂ ഇയർ ഗംഭീര സെലിബ്രേഷൻ ആയിരുന്നു എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. എല്ലാവരും കൂടി ഒന്നിച്ചുണ്ടാവുക എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷം, ആഘോഷം എന്നൊക്കെ പറയുന്നത്. അന്നാണെങ്കിൽ ഇത് അമ്മാമയും അമ്മായിയും രൂപയും കുട്ടികളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെക്കേഷനിൽ നമ്മളും ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ സജിത്തേട്ടന് അപ്പോൾ വരാൻ സാധിക്കാത്ത കാരണം കൊണ്ട് തന്നെ അതെല്ലാം വെള്ളത്തിലായി. നമ്മൾ രണ്ടുപേരും ഇട്ടിട്ടുള്ളത് ഒരേ ആ സെയിം ഡ്രസ്സാണ്. ഇത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അന്ന് ഓണത്തിന് നമ്മൾക്ക് 4 പേർക്കും കൂടി എടുത്തു. പക്ഷേ സജിത്തേട്ടന് ഇവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ രണ്ടുപേരും അത് ആ ഒരു ഡ്രസ്സിൽ തന്നെയായിരുന്നു. പിന്നെ പാറു സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ ഏതായാലും ട്രിപ്പൊന്നും നടന്നില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അവൾക്കാണെങ്കിൽ എല്ലാ ദിവസവും ക്ലാസ്സും ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വേറെ നമുക്കൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതായാലും മൂവിക്ക് പോവാം എന്നായിരുന്നു പ്ലാൻ. സർവ്വമായേക്കാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ന്യൂ ഇയർ തുടങ്ങുകയല്ലേ, കോമഡി ഒക്കെ ആയിട്ട് അങ്ങോട്ട് തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിവിൻ പോളിയല്ലേ, നിവിൻ പോളിനെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും. അപ്പം ഓക്കെ, എന്തായാലും മൂവി കാണാം എന്ന് വിചാരിച്ചു. അന്ന് മൂവി ഇറങ്ങിയിട്ട് വെറും 4 days എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. റിവ്യൂസൊക്കെ നോക്കുമ്പോൾ നല്ല റിവ്യൂസ് ആയിരുന്നു. ടൈറ്റിലിൻ്റെ വീഡിയോ നമുക്ക് മസ്റ്റ് ആണല്ലോ, അത് കിട്ടുന്നവരൊരു സമാധാനക്കേടാണ് കേട്ടോ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. അങ്ങനെ ഇതേ മൂവിയൊക്കെ കഴിഞ്ഞു. എനിക്ക് നല്ല പോലെ ഇഷ്ടമായി കേട്ടോ. നല്ല മൂവിയാണ്. സർവ്വമായ കണ്ടിട്ടുള്ളവരെന്തായാലും കമൻറ്റ് ചെയ്യൂ ഇഷ്ടപ്പെട്ടു എന്നുള്ളതും പറയണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. സജിത്തേട്ടൻ നാട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, തീരെ ടൈമില്ല. വെറും 4 ദിവസം. അപ്പോൾ അതിൽ ഓൾറെഡി ഒരു ദിവസം കഴിഞ്ഞു. പിന്നെ അപ്പോൾ നമ്മളിതാ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. അതുപോലെ തന്നെ പാറൂനാണെങ്കിലും അതേ കുറേ ടൈം കളയാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. ഇപ്പോൾ എക്സാമൊക്കെ നടക്കുന്ന സമയമല്ലേ. അത് പറഞ്ഞു വന്നപ്പോഴാണ് 10th-ൻ്റെയും +2-ൻ്റെയും ഒക്കെ എക്സാമുകളല്ലേ എല്ലാം നടക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ മോഡൽ എക്സാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതേ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയണ പോലെയൊക്കെ തന്നെ എന്തൊക്കെയോ വിചാരിച്ച് നമ്മൾ ഹോട്ടലിൽ പോകും. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരൊറ്റയടിക്ക് വാക്കങ്ങോട്ട് മാറും. ഇത് സ്ഥിരമാണ്. ഇത് എല്ലാവർക്കും. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മന്തി കഴിക്കുക ഇന്ന് തന്നെയാണ്. മന്തി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് മന്തി തന്നെയാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത്. അതെന്താ അറിയാം, അതിലിങ്ങനെ ഒരുപാട് മസാലകളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് കഴിക്കുന്ന സമയത്ത് അങ്ങനെ മടുപ്പ് തോന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ ആയിരിക്കാം നമ്മൾ എപ്പോഴും ഇതന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം. അങ്ങനെ 2026 ആദ്യത്തെ ദിവസം എന്തായാലും സന്തോഷമായിട്ടുള്ള ഇങ്ങനൊരു ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്.